ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയേയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സച്ചിയും രേവതിയും കൂടി. പക്ഷേ സുധിയാണെങ്കിൽ കാലിൽ നിന്ന് ഇറങ്ങാനായിട്ട് കൂട്ടാക്കുന്നുമില്ല. അപ്പം രേവതി അദ്ദേഹം ഇറങ്ങിയില്ല സച്ചിയേട്ടാ, അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക. അങ്ങനെ സച്ചി പോയിട്ട്, എടാ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, വാ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് കയറി വാടാ. ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ എന്തിനാ ഈ വേഷത്തിലാകെ വീട്ടിലേക്ക് കയറി വരുന്നത്, ഞാൻ ഈ വേഷത്തിൽ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശ്രുതിക്കും അതേപോലെ തന്നെ അമ്മയ്ക്കും സഹിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ഈ ഒരു വേഷം കണ്ടു കഴിഞ്ഞാൽ നീ പറഞ്ഞ സത്യം തന്നെയാ, ഈ വേഷം കണ്ടിട്ട് തന്നെ എനിക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് അവർക്ക്. എന്നാലും ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ, ഏതെല്ലാം അങ്ങോട്ട് പോയാലേ മതിയാവുള്ളൂ. നീ തന്നെ വരുത്തിക്കൂട്ടി വെച്ച കാര്യങ്ങളല്ലേ എന്നൊക്കെ ഇനി സംസാരിച്ചപ്പോൾ നമ്മുടെ രേവതി, അയ്യോ സച്ചിയേട്ടാ, നമുക്കേ വരുന്ന വഴി ഈ ഡ്രസ്സൊന്നും മേടിച്ചു കൊടുക്കായിരുന്നു, നമ്മൾ മേടിച്ചു കൊടുത്തിട്ടില്ല. ഞാനത് മറന്നും പോയി രേവതി, നിനക്ക് എന്നൊന്നും ഓർമ്മിപ്പിക്കായിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഡ്രസ്സ് മേടിച്ച് കൊടുക്കാമായിരുന്നല്ലോ. എടാ ഇപ്പം നടന്നു, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കണ്ട, നീ ഇറങ്ങി വാ സുധേ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ വലിച്ചിറക്കി നമ്മുടെ സച്ചി കൊണ്ടുവരിക. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ആദ്യം വീടിൻ്റെ വാതിക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടാ വാടാ, കയറി വാടാ എന്ന് സച്ചി ചെയ്യും. അപ്പോൾ അതേ സച്ചിയുടെ പിന്നാലെ ഭിക്ഷക്കാരനെ പോലെ നമ്മുടെ സുധി മുഖം ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അമ്മ കണ്ട് ഞെട്ടണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സുധി ഇത്രയും ഭാഗം ഇങ്ങനെ മുഖം മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണേ. ഇതാരാ ഇത്, രവിയേട്ടാ ഇതാരാന്ന് നോക്കി. ഇപ്പം രവി അന്തം വിട്ടെങ്കിൽ നോക്കി നിൽക്കുക. അപ്പം രവി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സുധിയാണെങ്കിൽ അമ്മയെ നോക്കുകയും ചെയ്യാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് അതാരാണെന്ന് മനസ്സിലായുമില്ല. അപ്പോൾ അയാളോട് പറയാണ്, നീ അകത്തോട്ട് കയറി വാടാ എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിക്ക്, നീ എങ്ങോട്ടാണ് ഇവനെയും കെട്ടിക്കൊണ്ട് അകത്തേക്ക് വരുന്നത്? എടാ സച്ചി, നിനക്ക് വേറെ ഒരു പണിയില്ലേ? നീ നേരത്തെയൊക്കെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും, എന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി തീറ്റിച്ചിട്ടാണ് വിടുന്നത്. ഇപ്പം നീ കൂട്ടുകാരെല്ലാം വിട്ട് ഏതോ ഒരു പിച്ചക്കാരനെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് തുടങ്ങിയോ സച്ചി? നിനക്കിതെന്താ പറ്റിയത്? നിനക്ക് വല്ല പ്രാന്താണോ? അമ്മേ അത് പിന്നെ ഇതെന്തത്? വേണ്ട, ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഭിക്ഷക്കാരനെ ഇരുത്തുന്ന യാതൊരു പ്രശ്നവുമില്ല. കണ്ടോ സച്ചിയേട്ടാ, കണ്ടോ രവിയേട്ടാ, ദേ അവനേതോ ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. സുധിയാണെങ്കിൽ ഇതെന്താ ഈ പറയുന്നത്? എടാ എത്രയും പെട്ടെന്ന് ഈ ഭിക്ഷക്കാരനെ പറഞ്ഞു വിട്ടോ, വല്ല 5 or 10 കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാൽ മതി, അല്ലാതെ പെരക്കാത്തൊന്നും കയറ്റിയിട്ട് ഭക്ഷണം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ സുധിയാണെങ്കിൽ അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ചന്ദ്രയ്ക്ക് കാലി വരികയാണ്. അയ്യോ, ആ വിളി കേട്ടില്ലേ? ആ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കാലി സഹിക്കാൻ പറ്റുന്നില്ല. രേവതി, എന്തെങ്കിലും പഴഞ്ചോറുണ്ടെങ്കിൽ അവന് വെച്ച് കൊടുത്തു വിട്, അല്ലാതെ ഇവിടെ കിടന്ന് കാർന്ന് കണ്ടില്ലേ? അമ്മേ എന്താ അമ്മേ പറയുന്നത്? ദേ അദ്ദേഹം രേവതി, നീ എന്താ ഇയാളെ കയറി ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനം കൊടുക്കുന്നത്? ഉള്ള ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല രേവതി എന്ന് പറയാ. അപ്പോഴേക്കും സച്ചി, ദേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അവസാനം ദുഃഖിക്കേണ്ടി വരും കേട്ടോ. പിന്നെ പറഞ്ഞതെല്ലാം അബദ്ധമായി പോയെന്ന് കരുതരുത്. എന്താ അബദ്ധമായി പോയെന്ന്? അയ്യോ, എനിക്ക് ഇയാളുടെ ആ ഒരു വേഷവും തരണമൊക്കെ കാണുമ്പോൾ കാലി വരുന്നുണ്ട്. വീണ്ടും സുധി അമ്മേ എന്നൊക്കെ വിളിക്കുക. അയ്യോ, ഈ അമ്മയെന്ന് വിളി കേൾക്കുമ്പോഴേ എനിക്ക് വീണ്ടും അരിശം വരുന്നു. ഇയാളെ പെട്ടെന്ന് പറഞ്ഞു വിട്. എടാ പോടാ, നീ കടന്നു പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ വീടിൻ്റെ വാതിക്കെ പോലെ നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല, ഇറങ്ങിപ്പോടാ. ഇവന് ഭക്ഷണവും കൊടുക്കണ്ട, പൈസയും കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാ പൈസ കൊടുക്കുന്നത്? പൈസ എല്ലാം സുരക്ഷിതമായിട്ട് വെച്ചിട്ട് കുടിക്കാനല്ലേ, അല്ലാതെ ഭക്ഷണം മേടിച്ച് കഴിക്കാനൊന്നും അല്ലല്ലോ. അതിനു വേണ്ടിയല്ലേ നീയൊക്കെ ഭിക്ഷ എടുക്കുന്നത്? ദേ ചന്ദ്രയുടെ മുന്നിൽ നിന്റെ അടവൊന്നും ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ലടാ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. വീണ്ടും അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കുക. അയ്യോ രവിയേട്ടാ, ഇത് കണ്ടോ രവിയേട്ടാ, അമ്മേന്നും പറഞ്ഞിട്ട് വിളിക്കുന്നു. നീ എന്തിനാടാ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്? കണ്ടില്ലേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ ഒരു കുലുക്കുലാതെ നിൽക്കുന്നത് കണ്ടില്ലേ രവിയേട്ടാ?
ഇവനെ ഞാനുണ്ടല്ലോ ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സുധിക്ക് മനസ്സിലായ കാര്യം ഇനി ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി നേരെ അകത്തേക്ക് ചെന്നിട്ട് എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത്, ദേ ഈ പിച്ചക്കാരൻ അകത്തേക്ക് കയറി വരുന്നു രവിയേട്ടാ. അങ്ങനെ സുധി തൻ്റെ മുഖത്ത് ആ മുഖംമൂടിയൊക്കെ എടുത്ത് മാറ്റുകയാണ്. അത് മുഖംമൂടി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ മോൻ എന്ന് പറയാ. അമ്മ, അതെ അമ്മ, ഇത് ഞാൻ തന്നെയാണ്. എടാ നിന്റെ കോലെന്താടാ, നീ എന്താടാ ഈ വേഷത്തില്, നിന്നെ കണ്ടപ്പോൾ പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോടാ. അപ്പോൾ നമ്മുടെ സച്ചി, പിച്ചക്കാരൻ്റെ വേഷം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ചക്കാരനെ പോലെ തന്നെ തോന്നുള്ളൂ. അതെ, അതേപോലെ തന്നെയാണ്. അവനെ പിച്ചെടുക്കായിരുന്നു. പിച്ചെടുക്കായിരുന്നോ? ഇത് കേട്ട ചന്ദ്രാകെ കരയാൻ തുടങ്ങി. അപ്പോൾ ദേ വരുന്നു ശ്രുതി. അപ്പോൾ പെട്ടെന്ന് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആരാ ആൻറ്റി? അപ്പം ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുഖം ഒന്ന് മറയ്ക്കുകയാണ് നമ്മുടെ അങ്ങനെ ശ്രുതി അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതാരാ അമ്മേ? എൻ്റെ മോൻ. മോനോ? ഈ ഭിക്ഷക്കാരനെയാണോ ആൻറ്റി മോൻ എന്നൊക്കെ വിളിക്കുന്നത്? അപ്പോൾ ശ്രുതിയാണെങ്കിൽ തൻ്റെ ആ തോർത്തങ്ങോട്ട് മാറ്റുക. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ആകെ ഞെട്ടിപ്പോയി. ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. എന്ത് കോലമാണ് ശ്രുതി ഇതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും കരച്ചിൽ വരികയാണ്. ഇതെന്താ ഇങ്ങനെ? അപ്പോൾ നമ്മുടെ ഇത് സച്ചി പറയാ, വേണ്ട പൗഡർ എടുത്തി അടുക്കണ്ട, ഇത് വേറെ ഏതൊരു ഭിക്ഷക്കാരൻ്റെ ഡ്രസ്സാണ്, അതുകൊണ്ട് അടുക്കൊന്നും വേണ്ട. എടാ നീ എന്തിനാണ് ഈ പണി കാണിച്ചത്? നീ എന്തിനാണ് ഭിക്ഷ എടുക്കാനായിട്ട് പോയത്? എടാ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ? ഒരു രാജകുമാരനെ പോലെ അല്ലേടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത്? നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്? അപ്പം രവിയും ചോദിക്കുകയാണ്, എന്തിനാ സുധി, നീ എന്തിനാ ഇങ്ങനൊരു വേഷം കിട്ടിയത്? നിനക്കിവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനാ സുധി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം. പക്ഷേ സുധിക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നു. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കണം. എനിക്ക് കാനഡയിൽ പോകണം. കാനഡയിൽ ജോലി കിട്ടിയെന്ന് ഉറപ്പായി. പക്ഷേ 14 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ എനിക്കിതല്ലാതെ വേറെ നിവൃത്തിയുണ്ടോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, നീ 14 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയാണോ സുധി ഭിക്ഷ എടുക്കാനായിട്ട് പോയത്? ഭിക്ഷ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് 14 ലക്ഷം രൂപ കിട്ടുമോ? അതല്ല, അതിനു വേണ്ടിയല്ല ഞാൻ ഭിക്ഷ എടുക്കാനായിട്ട് പോയത്. എൻ്റെ കൂട്ടുകാരനെ എന്നെ ഒരു ജോത്സ്യൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. ആ ജോത്സ്യം പറഞ്ഞു, ഒരു അമ്പലമുറ്റത്തിരുന്ന് ഭിക്ഷ എടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭിക്ഷ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ദൈവം സാധിച്ചു തരുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ, പിന്നെ എന്നിട്ട് അവിടെ കുറേ ഭിക്ഷക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നും ഇരിക്കണവർ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ദൈവം നിനക്ക് മാത്രം 14 ലക്ഷം രൂപ കൊണ്ടുവന്ന് തരും. അമ്മ, ഇത് കണ്ടോ അമ്മ ഇവൻ പറയുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ, ഒന്നും മിണ്ടാതിരിക്കട്ടെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയിരുന്നെങ്കിലേ ഇവനിപ്പോഴും എല്ലാവരുടെയും നടുവിലിരുന്നേ ഭിക്ഷ എടുക്കണമെന്നുണ്ടാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും സങ്കടം വരികയാണ്. എന്നാലും എൻ്റെ സുധി, നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ഏതൊരു ജ്യോത്സ്യം പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേറെ ഏതെങ്കിലും നിവൃത്തിയുണ്ടോ? അപ്പോൾ നമ്മുടെ ശ്രുതിയും പറയാണ്, സുധി നിനക്ക് ഞാനുണ്ടല്ലോ, നിനക്ക് എപ്പോഴും ഞാനുണ്ട്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞിടന്നിട്ട് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. നിന്നോട് ഞാൻ പൈസ ചോദിച്ചല്ലേ, നിന്റെ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞല്ലേ. അപ്പോൾ നിന്റെ അച്ഛൻ ജയിലിലാണെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ന്യായം പറഞ്ഞു. എല്ലാവരും എന്നെ കൈവിട്ടു. അമ്മയോട് ഞാൻ ചോദിച്ചു വീടിൻ്റെ ആധാരം ഒന്ന് പണയം വെക്കാൻ തരുമെന്ന്. പക്ഷേ അമ്മയും അതിന് സമ്മതിച്ചില്ല. അമ്മ സമ്മതിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? പൈസക്ക് ഞാൻ എവിടെ പോകും? എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നോ? അതുകൊണ്ടാ ഞാൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. മോനെ സുധി, നിനക്കറിയാലോ, എടാ ആ ആധാരം കൂടി പണയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ ജീവിക്കോടാ? പിന്നെ കടത്തിന് മേലെ കടം ആകും. പിന്നെ നമുക്ക് കയറി കിടക്കാൻ ഒരു ഇടം പോലും ഉണ്ടാവില്ലല്ലോടാ. അതുകൊണ്ടല്ലേടാ ഞാൻ നിനക്ക് പണം ഈ ആധാരം തരില്ലെന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ച് നീ മനസ്സിൽ കൊള്ളുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്ത് കൂട്ടിയല്ലോ. അപ്പോഴൊക്കെ രേവതി, അതെ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ ആരോടും പറയാതെ നിങ്ങളുടെ ധിക്കാരത്തിനനുസരിച്ച് ഇങ്ങനെ ഭിക്ഷ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആർക്കും അതിൻ്റെ ദോഷം? കുടുംബത്തിനും വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അല്ലേ അതിൻ്റെ ദോഷം. എല്ലാവരും കളിയാക്കുകയും നാണം കെടുത്തുകയൊക്കെ ചെയ്യില്ലേ എന്ന് രേവതി ഉപദേശിക്കുക. അപ്പോൾ നമ്മുടെ സുധിക്കാണെങ്കിൽ ആകെ സങ്കടം വരികയാണ്. ചന്ദ്രയാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ. എടാ ഇനി ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിന്റെ ഈ വേഷം കണ്ടിട്ടേ എനിക്ക് വീണ്ടും വീണ്ടും സങ്കടം വരികയാണ്. എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ രേവതിയും സംസാരിക്കുക. ഞാൻ അമ്പലത്തിൽ പോയത് കൊണ്ട് അദ്ദേഹത്തെ കണ്ടു, ശബ്ദമുള്ള പരിചയമാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതാ. അദ്ദേഹം എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് ഇങ്ങനെ ഭിക്ഷ യാചിക്കുക, അമ്മ അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതും കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇനി ഒന്നും പറയണ്ട, ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി നീ ചെയ്യരുത്. നീ പോയി ആദ്യം കുളിച്ച് ഡ്രസ്സൊക്കെ മാറാനായിട്ട് നോക്ക് സുധി എന്ന് പറയുക. അങ്ങനെ സുധി പോവുക. അപ്പം സുധിയുടെ പിന്നാലെ നമ്മുടെ ശ്രുതിയും പോവുകയാണ്. ഇവർക്കാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ സുധി നേരെ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഓടി ചെന്നിട്ട് വാതിലെല്ലാം അടച്ചിട്ട് കുറേ തല്ലുകയാണിട്ട് സുധിയെ. നീ എന്ത് പരിപാടിയെ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാ ശ്രുതി നീ എന്നെ പിടിച്ച് ഇങ്ങനെ തല്ലുന്നത്? എന്തിനാ ശ്രുതി നീ ഇങ്ങനെ കാണിച്ചത്? എന്നെക്കുറിച്ച് ഓർത്തോ നീ? ഇല്ലല്ലോ. എന്തിനിങ്ങനെ ഭിക്ഷ എടുക്കാനായിട്ട് പോയത്? എനിക്ക് നിന്റെ കോലം കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ശ്രുതി? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയും ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴൊക്കെ ശ്രുതി വാക്ക് കൊടുക്കുകയാണ്, എല്ലാത്തിനും കൂട്ടായിട്ട് ഞാനില്ലേ? എന്തിനാ? നിനക്ക് വേണ്ടിയാണ് ശ്രുതി ഞാൻ ജീവിക്കുന്നത് തന്നെ. ഈ ജീവിതം നിനക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ നോവിക്കുന്ന രീതിയിൽ നീ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടിയാലോ ഈ ശ്രുതി പിന്നെ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇനി മേലാൽ ഇങ്ങനത്തിലുള്ള പണിയൊന്നും ചെയ്യരുത്. നീ അറിഞ്ഞുകൊണ്ടല്ലെന്നറിയാം, പക്ഷേ എന്നാലും ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷ ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുക. ശ്രീകാന്ത് ഉണ്ടോ? ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത് ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിലാണെന്ന് എനിക്കറിയാം. ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇവിടെ വരുന്നത്. ശ്രീകാന്തിനൊന്ന് വിളിക്കാവോ? ശരി, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ അങ്ങോട്ട് കയറി ചെല്ലുക. എടാ ശ്രീകാന്തേ, നിന്നെ കാണാൻ വേണ്ടി നിന്റെ വൈഫ് വന്നിട്ടുണ്ടോ? അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ ചെല്ല്. ഞാൻ ഇല്ലെന്ന് പറയായിരുന്നില്ലേ? നീ അതെന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. വർഷ വരുമ്പോൾ നീ ഇല്ലെന്ന് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനേതായാലും പറഞ്ഞു, നീ ചെല്ല്, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രീകാന്ത്. നീ എന്തിനാ വർഷ ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ പോരായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് കൊണ്ടും തരുമായിരുന്നല്ലോ. ഞാനേ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയല്ല വന്നത്. പിന്നെ വാ, നമുക്ക് വീട്ടിലോട്ട് പോ. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഞാൻ വരുന്നില്ല. നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ഓരോന്ന് പറയും. പിന്നെ അത് വലിയ വിഷയമാകും, പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. നീ പോകാൻ നോക്ക്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഏതായാലും എൻ്റെ വീട്ടിലേക്ക് പോകാതെ ഞാനും എൻ്റെ വീട്ടിലേക്ക് പോകില്ല. ഇവിടെ തന്നെ കഴിയും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഫോഴ്സ് ചെയ്യത്തുമില്ല. പക്ഷേ ആ കാര്യം ഓർത്തിട്ട് നീ പേടിക്കേണ്ട ആവശ്യവും ഇല്ല. നീ ചെല്ല്, എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്. ഇത് കേട്ട് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്ത്, നീ എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. വീട്ടിലേക്ക് പോകാം. അതെൻ്റെ വീട്ടിലേക്കല്ല, ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കാണ്. നീ പറഞ്ഞ സത്യമാണോ? സത്യമാണ്. ഞാൻ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. എന്താ പെട്ടെന്ന് മനസ്സ് മാറിയത്? മനസ്സ് മാറാൻ കാരണമൊക്കെ ഉണ്ടായി. പിന്നെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ സച്ചിയില്ലേ, എന്താ ചെയ്തതെന്നറിയാവോ? നിന്റെ അച്ഛനടിച്ച കാര്യമല്ലേ? അത് ഞാനും കണ്ട കാര്യമല്ലേ? അതല്ല, ഇന്നെന്താ ചെയ്തതെന്നറിയാവോ? എന്താ വീണ്ടും നിന്റെ അച്ഛൻ അടിച്ചു. പക്ഷേ അങ്ങനെ റോഷനുമായിട്ട് നടന്ന ആ സ്റ്റണ്ടിൻ്റെ കാര്യം ഇവിടെ പറയുകയാണ്. എൻ്റെ ദൈവമേ, ആ റോഷൻ എന്തിനാണ് വീണ്ടും ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്നത്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഏതായാലും ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട. നിങ്ങളുടെ ഏട്ടൻ അവനടിച്ച് നിരപ്പാക്കിയല്ലോ. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഏട്ടനോടുള്ള ദേഷ്യം എനിക്ക് മാറിയൊന്നും കരുതണ്ട. പിന്നെന്തിനാ നീ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത്? എനിക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ തോന്നി, അതുകൊണ്ടാ. വർഷേ, നിന്റെ സ്വഭാവം എപ്പോഴാ മാറണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാനാ. അതുകൊണ്ട് ശ്രീകാന്തേ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. ശരി, എങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കേട്ടോ, ഞാൻ പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഓടുകയാണ്. വർഷയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമായി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്.
അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗിൻ. ബൈ.